നമസ്കാരം. സ്വർണക്കൊള്ളയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. സ്വർണക്കൊള്ളയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വർണക്കൊള്ളയിൽ വമ്പൻ ഗൂഢാലോചന നടന്നു എന്ന് ഹൈക്കോടതിക്ക് പോലും സംശയം തോന്നിയിരിക്കുന്നു. സ്വർണക്കൊള്ള കേസിലെ അന്വേഷണം കാര്യക്ഷമമാകണമെന്നുള്ള ഇടപെടലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ പുതിയ വിധി പ്രസ്താവത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. നവംബർ 15-ന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഇന്ന് അന്വേഷണ സംഘം സമർപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് സ്വർണക്കൊള്ളയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയെ കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കണമെന്നും ഗൂഢാലോചനയുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വർണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിനോട് തുടക്കം മുതൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്നത് ഒരേ മറുപടി തന്നെയാണ്. താൻ മാത്രമല്ല, ദേവസ്വത്തിലെ ഉന്നതരും ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരുടെ ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. തന്നെ ഇതിൽ കുടുക്കുകയായിരുന്നു. തന്നെ കുടുക്കിയവരുടെ കൃത്യമായ വിവരങ്ങൾ താൻ പുറത്തു പറയും. സമയം വരുമ്പോൾ യഥാർത്ഥ പ്രതികൾ പുറത്തു വരുമെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വ്യക്തമാക്കിയിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം വളരെ കൃത്യമാണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒരു ചെറിയ മീൻ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട വമ്പന്മാർ, വലിയ സ്രാവുകൾ, വലിയ തിമിംഗലങ്ങൾ, അവരിപ്പോഴും പുറത്ത് സുരക്ഷിതരായി നിൽക്കുന്നു. അവരിലേക്ക് അന്വേഷണം എത്തുമോ? കഴിഞ്ഞ ദിവസം BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അതിഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആരോപണം മറ്റൊന്നുമായിരുന്നില്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT-യുടെ അന്വേഷണം കാര്യക്ഷമമല്ല. ആരോ രചിച്ചു കൊടുത്ത തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് SIT അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലൂടെ അവസാനിക്കും. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഉന്നതന്മാരെ, ഈ കേസിൽപ്പെട്ട വമ്പന്മാരെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് SIT നടത്തുന്നത് എന്ന ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മൊഴികളും ഈ കേസന്വേഷിക്കുന്ന SIT-യുടെ അന്വേഷണ രീതിയും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ ചില കഴമ്പുകളില്ലേ എന്ന് സംശയിക്കേണ്ടി വരും. ഇപ്പോഴിതാ കേരള ഹൈക്കോടതി തന്നെ അതിന് അറുതി വരുത്തിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന അന്വേഷിക്കണം. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം. ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തത്? ആരുടെയൊക്കെ ബുദ്ധിയിൽ വിരിഞ്ഞതാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള? ഇതിനെക്കുറിച്ച് കൃത്യമായ പരിശോധന വേണമെന്നും ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈക്കോടതിയുടെ നിതാന്തമായ ജാഗ്രതയിലും നിരീക്ഷണത്തിലുമാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശബരിമലയിൽ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നിട്ടും ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നിട്ടും ഈ കൊള്ളയും ഈ മോഷണവും ഈ അടിച്ചുമാറ്റലുമെല്ലാം നടന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളാര് എന്ന് ഈ ലോകത്തിന് മുഴുവൻ തെളിയണം, അതിന്റെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ കേരള ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്.